Audio Jungle. നമസ്കാരം BBC വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയും ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് മൊത്തവ്യാപാരം നടത്തുന്ന യുവാവ് 3 കിലോ കഞ്ചാവുമായി അറസ്റ്റിൽ. ഇളംദേശം കാഞ്ഞിരത്തിങ്കൽ ജിജോ ജോർജിനെ കാഞ്ഞാർ പോലീസ് പിടികൂടി. ജില്ലാ സഹകരണ ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഓഹരി സമാഹരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എംപി ഉദ്ഘാടനം ചെയ്തു. 35ാമത് ദേശീയ ഗെയിംസ് വനിതാ ഹാൻഡ്ബോൾ ഫൈനൽ സെലക്ഷൻ തൊടുപുഴയിൽ നടന്നു. സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബിനു ജോർജ് വർഗീസ് നേതൃത്വം നൽകി. ആലക്കോട് സെന്റ് തോമസ് മൂർ പള്ളിയിൽ സുവർണ ജൂബിലി സമാപനവും തിരുനാൾ ആഘോഷവും 25 മുതൽ ഫെബ്രുവരി 1 വരെ. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയും ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന്റെ 1ാം ദിവസം ഫിലിപ്പീൻസ് ചിത്രമായ സ്റ്റാലിന, ജപ്പാൻ ചിത്രമായ സമ്മർ ക്യോട്ടോ, കന്നഡ ചിത്രമായ ഗുലാബി ടാക്കീസ് എന്നിവ പ്രദർശിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കി ഇറങ്ങിയ സമയത്ത് കാണാൻ പറ്റില്ല, അന്ന് ഭയങ്കര തിരക്കായിരുന്നു. അന്ന് വേറെ ചെറിയ പ്രശ്നമുണ്ടായി, ഈ പ്രശ്നമുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ട് കേരളത്തിലെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ആ സമയത്ത് ആ പ്രശ്നം വരിക, ഇങ്ങനെ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് പ്രശ്നം വരും. ബാക്കിയുള്ള ഇപ്പം എന്നൊരു സിനിമ റിലീസായിട്ടുണ്ട്. 4:30 മണിക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഷോ. ഇന്ത്യയിൽ വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ലാതെയാണ് കേരളത്തിലെ ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത് 4:30 മണിക്ക് സിനിമ പ്രദർശിപ്പിച്ചത്. തീർച്ചയായും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെ. കാരണം ഒരു സിനിമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഭയങ്കര എനിക്ക് എനർജി തരുന്നൊരു കാര്യമാണ്. 4:30 മണിക്ക് ഒരു സിനിമ കാണാൻ പ്രേക്ഷകൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സിനിമയുടെ ശക്തി എത്രയാണെന്നുള്ളതാണ്. വേറെ എന്ത് പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു അമ്പലം ഒരു പള്ളി തുറക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരാളും ചിലപ്പോൾ എത്രയ്ക്ക് എന്തെങ്കിലും അവിടെ എത്തിപ്പെടില്ല. 4:30 മണിക്ക് ആറ്റിങ്ങൽ എന്ന തിയേറ്ററിലെ ഗേറ്റ് ഇടിച്ച് തുറന്ന് സെക്യൂരിറ്റി ഇടിച്ച് വീഴ്ത്തിപ്പോയി. ആ സെക്യൂരിറ്റി ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ അത്രയും ശക്തിയുള്ള ഒരു മാധ്യമമാണ് സിനിമ. അത് എല്ലാവരും പറയും സിനിമ കൊണ്ട് ആരും നേരാവില്ല, മോശമാവില്ല, അതെല്ലാം സംഭവിക്കാം. അതിനും ഒരു സംശയമില്ല. സിനിമ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം, അതിനൊരു സംശയമില്ല. കാരണം ഏത് വലിയ കമ്പനിയും ചെറിയ കമ്പനിയും ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് 1 മിനിറ്റുള്ള പരസ്യം ചെയ്താണ്. ആ പരസ്യം ഇന്ന് ലോകത്തുള്ള ടിവികളിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ചിലവർ മറ്റേ നഗരസഭാ അധ്യക്ഷൻ എം ഹാരിത് അധ്യക്ഷനായിരുന്നു. സംസ്കാര സാഹിതി ജില്ലാ സെക്രട്ടറി ജിനിസൺ തോമസ്, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ, സെക്രട്ടറി എം മഞ്ജുഹാസൻ, ബാബു പള്ളിപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. 2ാം ദിവസമായ ശനിയാഴ്ച പ്രസന്റ് ടെൻസ്, ദി നാരോ ഫ്രെയിം ഓഫ് മിഡ്നൈറ്റ്, ടെലിവിഷൻ, മേൽവിലാസം, നോസ് വെമോസ് പപ്പ എന്നിവ പ്രദർശിപ്പിക്കും. നാളിന് നടക്കുന്ന ഓപ്പൺ ഫോറം തപസ്യ കലാസാഹിത്യ വേദി ജില്ലാ സെക്രട്ടറി VK ബിജു ഉദ്ഘാടനം ചെയ്യും. ബാർക്കോഴ കേസിൽ ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് LDF പാലായിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. നഗരത്തിൽ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും KSRTCകളും സർവീസ് നടത്തിയില്ല. രാവിലെ സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയിരുന്നില്ലെങ്കിലും പിന്നീട് ഓടിത്തുടങ്ങി. പാലാ നിയോജക മണ്ഡലത്തിന് പുറമെ മരങ്ങാട്ടുപിള്ളി, ഉഴവൂർ, കടപ്ലാമറ്റം, വെളിയന്നൂർ പഞ്ചായത്തുകളിലും ഹർത്താൽ ആചരിച്ചു. LDF നേതൃത്വത്തിൽ രാവിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രകടനം നടത്തി. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് BJP ചൊവ്വാഴ്ച സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് മൊത്തവ്യാപാരം നടത്തുന്ന യുവാവ് 3 കിലോ കഞ്ചാവുമായി അറസ്റ്റിൽ. ഇളംദേശം കാഞ്ഞിരത്തിങ്കൽ ജിജോ ജോർജിനെയാണ് കാഞ്ഞാർ പോലീസ് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജിജോയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ലഭിച്ചത്. വീടിന് സമീപത്ത് നിന്ന് 2 കിലോയും ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കാറിനുള്ളിൽ നിന്ന് 1 കിലോയുമാണ് ലഭിച്ചത്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ
ഈ വളരെ കഞ്ചാവ് വിൽപ്പനയും മറ്റേ സ്കൂളിലും കോളേജിലും തിരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ നിരീക്ഷിച്ച് വരികയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ദിവസം രാവിലെ ഉച്ചയോടുകൂടി ഇളന്തേശം ഭാഗത്തുള്ള കാഞ്ഞിരത്തെങ്കിൽ ജോർജ് എന്നയാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായിട്ട് കഞ്ചാവ് വിൽപ്പനയ്ക്കായിട്ട് വീട്ടിൽ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് രഹസ്യം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ വീട് റെഡി ചെയ്യും. വീട്ടിൽ നിന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നും 1 കിലോ കഞ്ചാവും സമീപത്തുണ്ടായിരുന്ന മാട്ടുംകൂടിൻ്റെ സമീപത്ത് ഇലയ്ക്കുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ 2 കിലോ കഞ്ചാവും കിട്ടുകയുണ്ടായി. അവിടുന്ന് ആ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ആ കാറ് ബന്ധവസ്ഥെടുത്തിട്ടുണ്ട്. ഈ പ്രതി ഇയാൾ വർഷങ്ങളായിട്ട് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളാണ്. വിവിധ കഞ്ചാവ് കേസിലും വളരെയേറെ മോഷണക്കേസിലും കേരളത്തിലും തമിഴ്നാട്ടിലും പ്രതിയായിട്ടുള്ള ആളാണ്. ഇയാൾ പിടിച്ചോറി കേസിലും പ്രതിയായിട്ടുണ്ട്. ഇയാളുടെ പക്കൽ നിന്ന് ഒട്ടേറെ ആളുകൾ കഞ്ചാവ് വാങ്ങി തൊടുപുഴ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിലടക്കം വിൽപ്പന നടത്തുന്നതായി കാഞ്ഞാർ പോലീസ് പറഞ്ഞു. കമ്പം അലിബായ് എന്നയാളിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കാഞ്ഞാർ SI പയസ് കെ തോമസ്, ASI ബഷീർ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അജിത് കുമാർ, സന്തോഷ്, അണിസർ, ദീപ പൗർണമി എന്നിവരാണ് കഞ്ചാവ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കൃഷിയിടങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി. ഭക്ഷ്യവിളകളും നാണ്യവിളകളും കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നതിനാൽ ഈ പ്രദേശത്തെ കർഷകർ ദുരിതത്തിലാണ്. വിളനാശമുണ്ടായാൽ വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും കർഷകരെ ദ്രോഹിക്കുകയാണെന്നും ആക്ഷേപമുയർന്നു. ഇവിടെ ഈ പ്രദേശത്തുള്ള കർഷകരുടെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറഞ്ഞാൽ വാഴ ഈ ഭക്ഷ്യവിളകൾ മുഴുവൻ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്ന ഇപ്പോൾ കണ്ടുള്ള വാഴകൾ, ജാതി, ഗ്രാമ്പു, ആനയല്ലാത്ത എല്ലാ കടുവ അല്ലാത്ത എല്ലാ കാട്ടുമൃഗങ്ങളും ഈ ഭാഗത്തുണ്ട്, കയറി വരുന്നുണ്ട്. ഫോറസ്റ്റുകാരോട് നഷ്ടം നമ്മൾ മേടിക്കാമെന്ന് പറഞ്ഞ് അപേക്ഷ വെക്കാൻ പറയും. അവരോട് വിളിച്ച് പറയണം. അപേക്ഷ വെച്ച് കഴിഞ്ഞ് നമ്മൾ നഷ്ടം മേടിക്കുകയാണ്, ഇത് കാട്ടുമൃഗങ്ങളെ സ്വൈര്യവികാര സ്ഥലമാണെന്നും പറഞ്ഞ് അവർ നമ്മളെ അങ്ങനെ വെറും പച്ചമലയാളത്തിൽ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ കരിയാപ്പല പോലെ എടുത്തു കളയാൻ വേണ്ടി, കൈക്കല കൂടാതെ എടുത്തു കളയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഇവിടെ ഇഞ്ചപ്പത്താൽ മുതിരപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ അടിമാലി BRCയുടെ കീഴിൽ സർവശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സർഗോത്സവം നടന്നു. കഥാരചന, കവിതാരചന ശില്പശാലയിൽ ആന്റണി മുനിയറ ക്ലാസ് നയിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് PG സുജാകുമാരി, BRC ട്രെയിനർ MN പ്രീതി, ജസീല, ഷാമില KB എന്നിവർ നേതൃത്വം നൽകി. കവിതയിൽ നിന്ന് കഥയിലേക്ക് മാറാം. ചിലപ്പോൾ രണ്ടും ഉപേക്ഷിച്ചിട്ട് ലേഖനം ഉണ്ടാവും. അതാണ് കൊച്ചിനെ തൊട്ട് പറഞ്ഞു പെറ്റ വയറ്റിനെ നോവിക്കുന്ന പൊട്ട നിനക്ക് അറിയത്തില്ല, അമ്മയുടെ വില അറിയത്തില്ല. പെറ്റ വയറ്റിനെ നോവിക്കുന്ന പൊട്ട പൂത എന്ന് പറഞ്ഞപ്പോഴേക്കണ്ടല്ലോ ഈ പൂത കിടുകിടാ വരയ്ക്കാൻ തുടങ്ങി. പേരെഴുതിയെങ്കിൽ പേപ്പറിന്റെ വലത് ഭാഗത്താണ് പേരെഴുതി. എന്റെ പേര് ജില്ലാ സഹകരണ ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഓഹരി സമാഹരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനം, പ്രത്യേകിച്ച് ഒരു ആശുപത്രി നടത്തിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല. പ്രത്യേകിച്ച് ഇന്ന് ആതുര സേവന രംഗം പൂർണ്ണമായും വ്യാപാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന് വലിയ മത്സരം നടത്തുന്ന ഒരു മേഖലയാണിത്. നല്ല ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നതിന് പലപ്പോഴും സഹകരണ സ്ഥാപനങ്ങൾക്ക് പറ്റാതെ വരുന്നു. തുടങ്ങിയ ഒട്ടനവധി പ്രതിസന്ധികൾ ഈ മേഖലയിൽ നേരിടുന്നു. അങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളുടെയും ഇടയിലാണ് ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി തൊടുപുഴയിൽ ഈ കാലഘട്ടയും വളരെ സുസ്ഥിരമായി പ്രവർത്തിച്ചു വരുന്നത്, സേവനം നൽകി വരുന്നത്. മുന്നോട്ടും അത് പുതിയ പുതിയ വികസനത്തിന്റെ മാർഗങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ തരത്തിലുള്ള കൂട്ടായ്മകളാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ആതുര സേവന രംഗത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒട്ടനവധി ആക്ഷേപങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു വ്യാപാര സഹകരണ ആശുപത്രി പ്രസിഡന്റ് G സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ റോളി സെബാസ്റ്റ്യൻ, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് KI ആന്റണി, IMA പ്രസിഡന്റ് ഡോക്ടർ K സുദർശൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ K ദീപക്, TR സോമൻ, KM ബാബു, K സുരേഷ് ബാബു, അർബൻ ബാങ്ക് ചെയർമാൻ A രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KG മാത്യു, ഡയറക്ടർമാരായ TR രാഘവൻ, CJ അഗസ്റ്റിൻ, M കുമാരൻ, ജോസഫ് അഗസ്റ്റിൻ, സഹകരണ ആശുപത്രി ഡയറക്ടർ KR ഗോപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.
ഒരു വ്യക്തിക്ക് ചുരുങ്ങിയത് 5000 രൂപയോ ഇതിന്റെ ഗുണിതങ്ങളോ എന്ന ക്രമത്തിലുള്ള ഓഹരികളാണ് നൽകുക. ഓഹരി തുകയുടെ 20% വരുന്ന തുകയ്ക്കുള്ള ചികിത്സാ ആനുകൂല്യം ഓരോ വർഷവും ഓഹരി ഉടമയ്ക്കും കുടുംബാംഗങ്ങൾക്കും ലഭിക്കും. ഉടമകളുടെ മക്കൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിൽ പ്രവേശനത്തിന് മുൻഗണനയും നൽകും. പവിഴം റൈസ് ബ്രാൻഡ് കുക്കിംഗ് ഓയിൽ ഫേസ്ബുക്ക് സമ്മാന പദ്ധതിയുടെ സമ്മാനദാനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വിജയിയായ മണക്കാട് സ്വദേശി റാണി ജോഷിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര സ്വർണ്ണ നാണയം കൈമാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CK അബ്ദുൾ ഷെരീഫ്, ജനറൽ സെക്രട്ടറി ബേബി കൊറ്റാഞ്ചേരിൽ, പവിഴം ഗ്രൂപ്പ് പ്രതിനിധികളായ ജിൻസ് പി പോൾ, KN ബിജു എന്നിവർ പങ്കെടുത്തു. റൈസ് ബ്രാൻഡ് ഓയിലിന്റെ സമ്മാന പദ്ധതി ഉപഭോക്താക്കൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഫേസ്ബുക്ക് വഴിയുള്ള സമ്മാന പദ്ധതിയിൽ നിന്നും മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ നിന്നും ഈ മാസത്തെ ഭാഗ്യവതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ മണക്കാട് സ്വദേശിനിയാണ്. പൗഴത്തി കാലത്തെയും സ്നേഹിച്ച തൊടുപുഴ നിവാസികളോട് പൗഴം ഗ്രൂപ്പിൻ്റെ അഭേദ്യമായ നന്ദി ഇവിടെ രേഖപ്പെടുത്തും. ഞങ്ങളുടെ പുതിയൊരു ഉൽപ്പന്നമായ റൈസ് ബ്രാൻ ഓയിൽ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരവും മറ്റ് കൊളസ്ട്രോൾ പോലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഒരു സംരക്ഷണവുമായി നിലകൊള്ളുകയാണ്. എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അഗതികളെ സഹായിക്കാനും ആശ്വാസം പകരാനും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനും എഴുത്തുകാർക്ക് കഴിയണമെന്ന് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു. പടമുഖം സ്നേഹമന്ദിരത്തിന് കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന സ്നേഹത്താഴ്വര മാസികയുടെ 9ാം വാർഷികാഘോഷങ്ങളും അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വളരെ ചെറിയ തോതിൽ പടമുഖത്ത് മാത്രം ആരംഭിച്ച് അറിഞ്ഞ് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അറിയപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യ സേവനമായിട്ട് മാറിയിരിക്കുന്നു. റോഷി അഗസ്റ്റിൻ MLA സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോസ് കരുവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ സജി പുത്തമ്പുരക്കൽ, ഫാദർ ജോസഫ് മുളവനാൽ, ഫാദർ ജോസഫ് പൗവത്ത്, ബ്രദർ VC രാജു എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ജോസ് കടവിൽ ചിറയ്ക്ക് അവാർഡ് നൽകി. ഫാദർ ഷാജി പൂന്തുറ, ഫിലിപ്പ് ചേക്കോളൻ, അജോ ജോൺ, സിസ്റ്റർ സാൽവിൻ, അബ്രഹാം പരിന്തിരിക്കൽ, ജേക്കബ് മേനാച്ചേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.